പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചതാര്? ഉത്തരം: ഹിസ്കിയാവ്. യെശയ്യാവ് 37:14. ക്വസ്റ്റ്യൻ: ദാനിയേലിൽ ദേവന്മാരുടെ ആത്മാവ് ഉണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും ഉണ്ടെന്നും കേട്ട രാജാവ് ആര്? ഉത്തരം: ബെൽഷസ്സർ രാജാവ്. ദാനിയേൽ 5:1-14. ക്വസ്റ്റ്യൻ: വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും തനിക്ക് എന്ത് അവകാശമായി വന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്? ഉത്തരം: വ്യർത്ഥമാസങ്ങൾ. ഇയ്യോബ് 7:3. ക്വസ്റ്റ്യൻ: ഓട്ടത്തിന് വട്ടം കൂട്ടുന്നത് ആര്? ഉത്തരം: ഗബീം നിവാസികൾ. യെശയ്യാവ് 10:31. ക്വസ്റ്റ്യൻ: കാൽ ഇടറുന്നവർക്ക് ഒരുങ്ങിയിരിക്കുന്നത് എന്ത്? ഉത്തരം: വിപത്ത്. ഇയ്യോബ് 12:5. ക്വസ്റ്റ്യൻ: വിലാപം കഴിക്കുന്നവർ എവിടെ ചുറ്റി സഞ്ചരിക്കും? ഉത്തരം: വീതിയിൽ. സഭാപ്രസംഗി 12:5. ക്വസ്റ്റ്യൻ: ആരുടെ ശക്തി നിലനിൽക്കയില്ല? ഉത്തരം: ബലവാന്റെ. ആമോസ് 2:14. ക്വസ്റ്റ്യൻ: ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട രാജാവിൻ്റെ അകമ്പടി നായകൻ ആര്? ഉത്തരം: അര്യോക്ക്. ദാനിയേൽ 2:14. ക്വസ്റ്റ്യൻ: എവിടെ നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്നാണ് യോഹന്നാനോട് കൽപ്പിച്ചത്? ഉത്തരം: സമുദ്രത്തിന്മേലും ഭൂമിമേലും. വെളിപ്പാട് 10:8. ക്വസ്റ്റ്യൻ: അത് ഭൂതലത്തെ ഒക്കെയും മൂടി, ദേശം അതിനാൽ ഇരുണ്ടുപോയി. ഏത്? ഉത്തരം: വെട്ടുക്കിളി. പുറപ്പാട് 10:15. ക്വസ്റ്റ്യൻ: കണ്ട സ്വപ്നം എഴുതിയത് ആര്? ഉത്തരം: ദാനിയേൽ. ദാനിയേൽ 7:1. ക്വസ്റ്റ്യൻ: തറച്ചിരിക്കുന്ന ആണികൾ പോലെയുള്ളത് എന്ത്? ഉത്തരം: സഭാധിപന്മാരുടെ വാക്കുകൾ. സഭാപ്രസംഗി 12:11. ക്വസ്റ്റ്യൻ: പ്രബോധനം ത്യജിക്കുന്നവന് ലഭിക്കുന്നത് എന്ത്? ഉത്തരം: ദാരിദ്ര്യവും ലജ്ജയും. സദൃശവാക്യങ്ങൾ 13:18. ക്വസ്റ്റ്യൻ: ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കായി ലേഖനമെഴുതിയതാര്? ഉത്തരം: പത്രോസ്. 1 പത്രോസ് 1:1. ക്വസ്റ്റ്യൻ: സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലം? ഉത്തരം: സിയോൻ പർവ്വതം. യെശയ്യാവ് 18:7. ക്വസ്റ്റ്യൻ: ഏതു യാഗമാണ് രാത്രി മുഴുവനും ഉഷസ്സുവരെ ഇരിക്കേണ്ടത്? ഉത്തരം: ഹോമയാഗം. ലേവ്യ 6:9. ക്വസ്റ്റ്യൻ: സമുദ്രത്തെ തൈലം പോലാക്കി തീർക്കുന്നത് എന്താണ്? ഉത്തരം: മഹാനക്രം. ഇയ്യോബ് 41:1-31 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യഹോവ കൽപ്പിച്ചതുകൊണ്ട് അയ്യോ തമ്പുരാനെ എന്ന് ചൊല്ലി വിലപിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം: സിദക്കിയാവിനെക്കുറിച്ച്. യിരെമ്യാവ് 34:4-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവൾ? ഉത്തരം: യെരുശലേം. യെശയ്യാവ് 51:17-21 വരെ.
ക്വസ്റ്റ്യൻ: ദൈവം പഴയ നിയമത്തിൽ കൊന്നുകളഞ്ഞതിനെ യേശു പുതിയ നിയമത്തിൽ ഭക്ഷിപ്പാൻ കൊടുത്തു. എന്താണത്? ഉത്തരം: മത്സ്യം. സങ്കീർത്തനങ്ങൾ 105:29, മത്തായി 14:17. ക്വസ്റ്റ്യൻ: ഒരിക്കൽ അടിച്ചു കൊല്ലുവാൻ ഓർഡർ നൽകിയ ഒരാൾ പിന്നീട് അടിച്ചു കൊല്ലപ്പെട്ടു. അയാൾ ആര്? ഉത്തരം: അബ്ശാലോം. 2 ശമൂവേൽ 13:28-29, 18:15. ക്വസ്റ്റ്യൻ: ആദ്യം തടവ് അനുഭവിച്ചത് യോസേഫ് ആയിരുന്നെങ്കിൽ അവസാനം തടവിലാവുന്നത് ആർ? ഉത്തരം: സാത്താൻ. വെളിപ്പാട് 20:7. ക്വസ്റ്റ്യൻ: വേദപുസ്തകത്തിൽ ഒരു പ്രവാചകന്റെ മുമ്പിൽ പ്രവാചക ശിഷ്യന്മാർ സാഷ്ടാംഗം വീണിട്ടുണ്ട്. ആ പ്രവാചകൻ ആര്? ഉത്തരം: എലീശ. 2 രാജാക്കന്മാർ 2:15. ക്വസ്റ്റ്യൻ: നീതിമാന്റെ നാവ് എന്താണ്? ഉത്തരം: മേത്തരമായ വെള്ളി. സദൃശവാക്യങ്ങൾ 10:20. ക്വസ്റ്റ്യൻ: 40 വർഷത്തെ മരുപ്രയാണത്തിൽ ഇസ്രായേൽ മക്കൾ പാളയമിറങ്ങിയ സ്ഥലങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം: 41. സംഖ്യ 33:5-49 വരെ. ക്വസ്റ്റ്യൻ: യെരുശലേമിൻ്റെ മതിൽ കെട്ടുന്ന ജോലികളിൽ പങ്കെടുത്ത പെൺകുട്ടികളുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം: ശല്ലൂം. നെഹമ്യാവ് 3:12. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാതിരുന്ന ജാതികൾ? ഉത്തരം: ഗശൂര്യർ, മാഖാത്യർ. യോശുവ 13:13. ക്വസ്റ്റ്യൻ: വല്ലാത്ത സ്ഥലം എന്ന് ഇസ്രായേൽ മക്കൾ വിശേഷിപ്പിച്ച സ്ഥലം ഏത്? ഉത്തരം: കാദേശ്. സംഖ്യ 20:1-5 വരെ. ക്വസ്റ്റ്യൻ: ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നതാര്? ഉത്തരം: ബെന്യാമീൻ. ആവർത്തന പുസ്തകം 33:12. ക്വസ്റ്റ്യൻ: യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അപഹരിച്ചു കൊണ്ടുപോയ രാജാവ്? ഉത്തരം: മിസ്രയീം രാജാവായ ശീശക്ക്. 2 ദിനവൃത്താന്തം 12:9. താങ്ക്സ് ഫോർ വാച്ചിങ്.